ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെയും നമ്മുടെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് ക്രിസ്മസിന് മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൊന്നുമില്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ പല റെസിപ്പികളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് സവോളയും അതുപോലെ തന്നെ കുറച്ച് മസാലകൾ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ട് ചേർക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന മസാലകളല്ല ചേർക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കനിലേക്ക് 6 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ സവോളയും പിന്നെ 5 മീഡിയം വലിപ്പമുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന വലിയ സവോളയാണെന്നുണ്ടെങ്കിൽ 5 സവോള എടുത്താൽ മതി. ഇതിൽ കുറച്ച് സവോള കൂടുതൽ വേണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ കിട്ടുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് 2 ഉണ്ട വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയ പീസാണ്, ഒരുവിധം വലിയ പീസാണെങ്കിലും സവോള വെളുത്തുള്ളി വെച്ച് നോക്കുമ്പോൾ ഇഞ്ചി കുറച്ച് കുറവാണ്, വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലും കുറച്ച് ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്. കുറച്ച് സ്പൈസിയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ റോസ്റ്റ്, അതുകൊണ്ട് തന്നെ പച്ചമുളക് വേണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ വേണം. പിന്നെ ഞാൻ എടുക്കുന്നത് തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണ്. നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനാണ് നമ്മൾ തൈര് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സവോളയൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് റെഡിയായി വന്നോളും. അപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ ഇപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല, പിന്നീട് ചേർക്കുന്നുള്ളൂ. പിന്നെ ചേർക്കുന്നത് ഉപ്പാണ്, നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ നമ്മുടെ തൈര് ചേർക്കുമ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ ചേർക്കുക. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പുളി ഇല്ലാത്ത തൈരാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് കൈ ഉപയോഗിച്ചോ 1 സ്പൂൺ ഉപയോഗിച്ചോ മിക്സ് ചെയ്യാം. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാണ് എപ്പോഴും നല്ലത്. നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാലകൾ ആവുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. പിന്നെ നമ്മളിതിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും മുറിച്ചല്ല ചേർക്കുന്നത്, ചതച്ചാണ് ചേർക്കുന്നത്. മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ചിക്കൻ പീസ് വലിയ പീസുകളായി പോകരുത് കേട്ടോ, ചെറിയ പീസുകളായിട്ട് വേണം നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാൻ. ഒരുപാട് ചെറുതല്ല എങ്കിലും ഒരു മീഡിയം വലിപ്പമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ആയിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ തൈരില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, 1 ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക കേട്ടോ, കുരു കളഞ്ഞിട്ട്. ഏറ്റവും നല്ലത് തൈരാണ്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം, ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. ഈ സമയത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ സവോളയും കട്ട് ചെയ്തെടുക്കാം. സവോള കട്ട് ചെയ്യുന്നത് നമ്മൾ ചെറുതായിട്ടാണ്, അതെങ്ങനെയാണെന്ന് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചതച്ചെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്, മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 2 പീസ് പട്ട, ഈ ഒരു വലിപ്പത്തിലുള്ള 2 പീസ് പട്ട, ഒരു 5 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം. ഇത്രയും മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക. നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ, ഒന്ന് കറക്കിയെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാലകൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് 3 എണ്ണം, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക, അപ്പോൾ വേഗം ചതഞ്ഞ് കിട്ടും. പിന്നെ നമ്മുടെ വെളുത്തുള്ളി മുഴുവൻ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചതച്ച് കറക്കിയെടുക്കുക, ഒരുപാട് അരഞ്ഞു പോകണ്ട. ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അരഞ്ഞു പോയിട്ടില്ല, പക്ഷെ നന്നായിട്ടൊന്ന് ചതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് സവോള കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് വെജിറ്റബിൾ ചോപ്പറിൽ കട്ട് ചെയ്യാനുള്ള എളുപ്പം എന്നുണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചെറുതായിട്ട് കട്ടായി കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാം, അല്ലെങ്കിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഈ സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം, അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കണം. സവോള വേഗം വഴന്ന് കിട്ടാനാണ് ഉപ്പ് ചേർക്കുന്നത്. നമുക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിനേക്കാൾ കുറച്ച് ലൈറ്റായിട്ടുള്ള രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ 2 ബേ ലീഫും ചേർക്കുന്നുണ്ട് കേട്ടോ. ബേ ലീഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ്. അപ്പോൾ ഇനി സവോള ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സവോളയൊക്കെ ഈ ഒരു കളറായി വന്നിട്ടുണ്ട്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്, ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആയിട്ടില്ല. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുരുമുളക്, അതുപോലെ തന്നെ നമ്മുടെ മസാലകൾ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി ഇതും ഒന്ന് കുക്കായി വരണം. ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറി ഇതും നന്നായിട്ട് കുക്കായി വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ. ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യണം. എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിനി ഇതൊന്ന് കുക്കായി വരാനായിട്ട് ഒരു 2-2.5 മിനിറ്റ് സമയം എടുക്കും. അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ചട്ടിയിലൊക്കെ പിടിക്കും കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ പിടിക്കും. നമ്മളൊന്ന് ഇളക്കി കുക്ക് ചെയ്തൊക്കെ വരുമ്പോൾ അത് വിട്ട് പോകുന്നോളും. പിന്നെ ഗ്രേവിയൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ വിട്ട് പോകുന്നോളും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചൂടുവെള്ളം ഉണ്ടല്ലോ, ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചൂടുവെള്ളം റെഡിയാക്കി വെക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു കറിയിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കണം, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ ചൂടുവെള്ളവും കൂടെ റെഡിയാക്കി വെച്ചോളൂ. നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് ചൂടുവെള്ളം ആവശ്യമാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തല്ലോ. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ തക്കാളിയാണ്. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്. പൊടികൾ ഒരുപാട് ഇതിലേക്ക് ചേർക്കാനും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് വളരെ കുറച്ച് പൊടികളെ ചേർക്കാനുള്ളൂ. അപ്പോൾ തക്കാളിയും ഒന്ന് സോഫ്റ്റ് ആയി വരണം, അതുവരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 2.5 മിനിറ്റോളം തക്കാളിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈം പ്രധാനമാണ്. ഒരുപാട് കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമ്മുടെ തക്കാളിയും ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2.5 മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട കേട്ടോ, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കളറിന് വേണ്ടി ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഫുഡ് കളറിനോട് പ്രിഫർ ചെയ്യുന്ന ആളല്ല, ഒട്ടും തന്നെ എനിക്ക് ഫുഡ് കളർ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ മുതൽ ഇപ്പോൾ 2.5 ടീസ്പൂൺ ഫുഡ് കളർ 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സാണ്. വേണമെങ്കിൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും ചേർക്കാം. ക്രിസ്മസ് ഒക്കെ അല്ലേ, കളർഫുൾ ആയിട്ടുള്ള കറി ആക്കാം. പക്ഷേ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് മതി. നമ്മൾ വെറുതെ കളറൊന്നും ചേർത്ത് ഫുഡ് ഉണ്ടാക്കണ്ട, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് ചിലർക്ക് ആ ഒരു കളറിനോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമല്ല. നമ്മളെപ്പോഴും ഫുഡ് കളറുകളും അവോയ്ഡ് ചെയ്യുക. ഇനി ഈ പൊടികളൊന്ന് കുക്കായി വരട്ടെ. പൊടികൾ കുക്കായി വരാൻ 1 മിനിറ്റ് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചട്ടിയിൽ പിടിച്ചിരിക്കുന്നത് എന്ത് ചെയ്യും എന്ന് വിചാരിക്കും. അതുകൊണ്ട് ചട്ടിയിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നതിന് നമ്മൾ ഗ്രേവിയൊക്കെ കൂടി മിക്സായി വരുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ എല്ലാം റെഡിയായി ചട്ടിയിൽ നിന്ന് വിട്ട് വന്നോളൂ കേട്ടോ. ഗ്രേവിയൊക്കെ റെഡിയായി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ചട്ടിയിൽ പിടിച്ചാലും കുഴപ്പമില്ല, കരിഞ്ഞു പോവില്ല. നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നേ ഉള്ളൂ. പൊടികളൊന്ന് കുക്കായി വരണം. പൊടികൾ കുക്കാവുന്നതിന് മുന്നേ ചിക്കൻ ചേർക്കരുത്.
അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. പിന്നെ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോ മൺചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഒക്കെ തയ്യാറാക്കുന്നതിന്. ഈ ഒരു ചിക്കൻ റോസ്റ്റ് നമ്മുടെ പാലപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ, എപ്പോഴും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്ത് കാണിക്കുന്ന റെസിപ്പിയാണെന്നേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു ചിക്കൻ റോസ്റ്റ് തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുകയോ തേങ്ങ അരച്ചൊഴിക്കുകയോ തേങ്ങ കൊത്ത് ചേർക്കുകയോ ഒന്നും വേണ്ട. മെയിനായിട്ട് എല്ലാവർക്കും ചിക്കൻ കറി ഗ്രേവി ആയിട്ട് വേണ്ടി വരുമ്പോൾ തേങ്ങാപ്പാൽ എടുക്കണമല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കിയാലൊക്കെ വിട്ടു പോകുന്നുള്ളൂ കേട്ടോ ചട്ടിയിൽ നിന്ന്. ഞാനപ്പോൾ അങ്ങനെ ഇളക്കിയൊന്നും ഇടിക്കുന്നില്ല. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ ഇളക്കി മിക്സ് ചെയ്യട്ടെ. ചട്ടി ഒന്ന് തെന്നി കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ചിക്കനിലേക്ക് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. ഇത് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ചിക്കൻ ഒന്ന് കുക്കായി തുടങ്ങണം. അതിന് ശേഷമാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്കായി തുടങ്ങുമ്പോൾ ചിക്കൻ ഹൈ ഫ്ലെയിമിലായിരിക്കണം, കുക്കിംഗ് കഴിയുമ്പോഴും ചിക്കൻ ഹൈ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ചിക്കനിലേക്ക് പിടിച്ചു തുടങ്ങി. ഞാൻ ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണ്. നന്നായിട്ടൊരു 3 മിനിറ്റ് ഇതുപോലെ മിക്സായി ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, എപ്പോഴും ഇളക്കണ്ട. ഇനി വേഗം തന്നെ ചിക്കൻ കുക്കായി കിട്ടും. ഇനി ഒരു 8-10 മിനിറ്റ് മതി. എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരുമിച്ചാക്കി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ, ഇപ്പോഴല്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ കുക്കായി കഴിഞ്ഞിട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചിക്കൻ കുക്കായിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇളക്കി 1-2 പ്രാവശ്യം കൊടുത്തു. തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്, അടച്ചു വെച്ചിട്ടല്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഉണ്ടല്ലോ, ആ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത രീതി കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഫ്ലെയിം കുറയ്ക്കുക, അടച്ചു വയ്ക്കുക. ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിലേക്ക് 8 മിനിറ്റ് കഴിയട്ടെ. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്ന് കുക്കായി വന്നോളും. അപ്പോൾ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രേവിയൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. കണ്ടോ, ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ മതി. 1 പിഞ്ച് പഞ്ചസാരയും. എല്ലാ കറികളിലും പഞ്ചസാര ചേർക്കുന്നതെന്ന് പറയരുത്, പക്ഷേ ടേസ്റ്റ് കൂട്ടാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. 1 തണ്ട് കറിവേപ്പില. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് രാജീവേട്ടൻ്റെ ഉണ്ട്. രാജീവേട്ടൻ അവിടെ ഇരുന്ന് ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഈ ഒരു ഗ്രേവിയോടുകൂടി എടുക്കാം. കുറച്ചുകൂടി കുഴഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ കുറച്ചുകൂടി ഗ്രേവി വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് ഗ്രേവിയുള്ള രീതിയിലാണ് എടുക്കുന്നത്. എനിക്ക് ചപ്പാത്തിക്ക് കറിയായിട്ടും വേണം, ചോറിന് കറിയായിട്ടും വേണം, 2 രീതിയിൽ വേണം. അപ്പോൾ നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല റെഡ് കളർ കാണുന്നില്ലേ. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ, ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ
ഏതിൻ്റെ കൂടെയാണ് ഇഷ്ടമായതെന്നുള്ളത്. അപ്പത്തിൻ്റെ കൂടെയാണോ, ഇടിയപ്പത്തിൻ്റെ കൂടെയാണോ, ചോറിൻ്റെ കൂടെയാണോ, ചപ്പാത്തിയുടെ കൂടെയാണോ, ഏതിനാണ് നിങ്ങൾക്ക് നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയത് എന്നുള്ളത് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഇത്രയും സമയം ലോ ഫ്ലെയിമിലായിരുന്നു. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ചിക്കൻ കറി ഈസിയാണോ? ഇതുപോലെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ടോ? നമ്മൾ കുറച്ച് സവോളയൊക്കെ അധികം ചേർത്തിട്ടുണ്ടെങ്കിലും ആ സവോളയൊക്കെ നമ്മുടെ ചിക്കനിലേക്കൊക്കെ പൊതിഞ്ഞ് വന്നോളും. ചൂടൊക്കെ മാറി വരുമ്പോൾ ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ചൂടൊന്ന് മാറിയിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. എപ്പോഴും ചൂടോടെ കഴിക്കുന്നത് ചില കറികൾക്ക് ടേസ്റ്റിന് കുറവായിരിക്കും, ചില കറികൾക്ക് ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇനി ഇത് സെർവ് ചെയ്യട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. മല്ലിയിലൊന്നും ചേർക്കണ്ട കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.